വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. മ്യൂസ് മേരി ജോർജ് രചിച്ച് എഴുത്തുകാലം വായന എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ചടങ്ങ് ആരംഭിക്കുകയാണ്. മന്ത്രി വന്നുകൊള്ളും. അതിനു മുന്നേ ചടങ്ങിലേക്ക് കിടക്കാം. ഡോക്ടർ എം സത്യൻ സാറിന് അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. കൃത്യം സമയം 25 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടുന്നൊരു പരിപാടിയാണ് നമ്മളിപ്പം ആസൂത്രണം ചെയ്തത്. രാജീവ് മിനിസ്റ്റർ ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തിക്കഴിഞ്ഞാൽ ഉടൻ ആദ്യം ആ പ്രകാശന കർമ്മം നടത്തും. അതുകൊണ്ട് ആശംസകൾ നേരുന്നവരും ഒക്കെ ആദ്യം സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അറിയാം, ഞാൻ മ്യൂസ് മേരി ടീച്ചറുടെ പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കവിതകളെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യസ്നേഹിയായ, വളരെ നന്നായിട്ട് നമുക്ക് നമ്മുടേതെന്ന് തോന്നുന്ന രീതിയിൽ ഏത് ഇടപെടുന്ന ആളുകളോടും എൻ്റേതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ സ്നേഹം എപ്പോഴും നിലനിർത്തിയിട്ടുള്ള ടീച്ചറുടെ ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എഴുത്ത് കാലം വായന, ടീച്ചറുടെ വായനയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ ആസ്വദിക്കാൻ പറ്റും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ഈ പുസ്തകത്തിന് ഈ പരിപാടിക്ക് ആശംസ നേരുന്ന സൂസൻ ജോർജ് നമ്മോട് സംസാരിക്കും. ഓക്കെ, പുസ്തകം പരിചയപ്പെടുത്തിയതിന് ശേഷം സുജ സംസാരിക്കും. പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ വന്ദന BA ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സത്യൻ സാർ പറഞ്ഞതുപോലെ സമയത്തെക്കുറിച്ച് വളരെ ബോധവതിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞാനിവിടെ നിന്നത് മേരീസ് മ്യൂസിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ മ്യൂസിങ്സിന് ഇനിയും തുടർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പിരിഞ്ഞത്. ആ ഒരു തുടർച്ചയുടെ കണ്ണിയാവുകയാണ് ഇന്ന് വീണ്ടും. കാരണം നമുക്കറിയാം, ചില കാര്യങ്ങൾ സംഭവിച്ചേ തീരൂ. അത് അങ്ങനെ തന്നെ ആകാതെ തരമില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അപ്പോൾ അതാണ് ഇന്ന് വീണ്ടും എന്നെ ഇവിടെ നിർത്തിയത്. മ്യൂസ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത് പല ലോകങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ്. കവിതയായും കോളമായും കുറിപ്പുകളായും ഒക്കെ. ഈ പുസ്തകം എഴുത്ത് കാലം വായന എന്ന ഈ പുസ്തകം 27 ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഒരു പുരുഷന്മാരെഴുതിയ സ്ത്രീവാദ നിരൂപണത്തിൽ തുടങ്ങി പുതുജീവിതത്തിൻ്റെ കഥകൾ വരെ നീണ്ടു കിടക്കുന്ന ലേഖനങ്ങളാണിത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ടീച്ചറിൻ്റെ എഴുത്തിനെ, വായനയെ ഒക്കെ പല കാലങ്ങളിലൂടെ സ്വരുക്കൂട്ടിയെടുക്കുന്ന വളരെ അർത്ഥവത്തായ പേരാണ് എഴുത്ത് കാലം വായന എന്ന് പറയുന്നത്. ടീച്ചറിനെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ഒഴുക്കാണ്. പല മനുഷ്യരതിലേക്ക് കടന്നു വരുന്നു. എല്ലാ മനുഷ്യരും ടീച്ചറിൽ നിറഞ്ഞു തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ജീവിതത്തിൽ എവിടെയായിരുന്നാലും മറക്കാത്ത മുഖങ്ങളുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നോളം നടത്തുന്ന പൊരുതലുകളുണ്ട്. നമുക്ക് അറിയാം, ടീച്ചർ എഴുതുന്ന ഒരു ഓർമ്മകൾക്ക് പോലും വേരുകളിൽ തൊടുന്ന അത്രയും ഒരു ആഴമുണ്ട്. നിറഞ്ഞു സ്നേഹിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരുപാട് പേരുടെ സന്തോഷങ്ങളുടെ താക്കോലാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഉറച്ച നിലപാടുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. സ്ത്രീവാദ നിരൂപണം ഒരു ലേഡീസ് കൂപ്പേ അല്ലായിരുന്നു എന്ന് ടീച്ചർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീടും കുടുംബവും ഒക്കെ ഒരു കുറവുകൾ അന്വേഷിക്കാതെ സ്നേഹിക്കാനും, സ്നേഹമുണ്ടെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉറപ്പുള്ളവരെ ചേർത്ത് പിടിക്കുവാനും ഒക്കെ അത്തരമൊരു അനുഭവം ടീച്ചറിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിരൂപണത്തിലും പ്രണയം കാണുന്നുണ്ട് എന്ന് തോന്നിപ്പോവും നമുക്കിതിൽ. നൊസ്റ്റാൾജിക്കായ ശ്രീകൃഷ്ണനെക്കുറിച്ച് വായിക്കുമ്പോൾ, സുഗതകുമാരി കവിതകളെക്കുറിച്ച് എഴുതുന്നിടത്ത് വളരെ രീതിശാസ്ത്രപരമായി ഡേവിഡ് ലോഡ്ജിനെയൊക്കെ ഉദ്ധരിക്കുന്നു. പക്ഷേ എഴുത്തിലെ ഒരു തിയറി ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമ്പോഴും ഗോപികമാരെ, കാമനകളെ, പ്രണയത്തിൻ്റെ സാധ്യതകളെ ഒക്കെ ആരായുന്നു. പിറകെയുള്ള ലേഖനത്തിൽ കമലാ സുരയ്യ വരുന്നുണ്ട്. സ്ത്രൈണാത്മീയതയുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു രുചിരസം അക്ഷരങ്ങളായി നമ്മെ വന്ന് തൊടുന്ന ഒരു അനുഭവം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ട്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ നിലപാടുകളിലെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ കാമ്പും കാതലും ഉറച്ച വാക്കുകളും ഒക്കെ നമുക്കിതിൽ വായിച്ചെടുക്കാം. സ്വപ്നവും ഭ്രമവും യാഥാർത്ഥ്യവും ഒക്കെ ചേരുന്ന ഒരിടമായി ഈ പുസ്തകം മാറുന്നുണ്ട്.
അതിൻ്റെ ഒരു ലാവണ്യാത്മകത തീർച്ചയായും ഈ ടീച്ചറിൻ്റെ എഴുത്തിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. CJ തോമസിനെ കുറിച്ചുള്ള ലേഖനം, വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഈ പുസ്തകവുമായി ചേർത്ത് വയ്ക്കാം. അവസരം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ഏതായാലും സ്ഥിരം ക്ലാസ്സിൽ നിന്ന് മാറിയുള്ള നാടക വായന നമുക്കിതിൽ കാണാം. അല്ലെങ്കിൽ മഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് ഓർക്കാതെ അവർ മഴ നനയുകയാണ് എന്നൊക്കെ എഴുതുന്ന സമയത്ത് സ്നേഹത്തിൻ്റെ ഒരു വാക്യം ശീലിപ്പിക്കുമ്പോഴും മനസ്സുമായി അല്ലേ എന്താ പറയുക, മാനത്ത് നോക്കി മഴവില്ല് കണ്ട് വിസ്മയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഉള്ളിലൊരു ആന്തരികമായ ചില കലമ്പലുകളുണ്ട്. പക്ഷേ എഴുത്തിൽ കൃത്യമായും നമുക്ക് ഭാഷയുടെ പ്രയോഗവിധികളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആന്തരികതയിലേക്ക് ചുഴിഞ്ഞു നോക്കുന്ന ബൗദ്ധികമായ സംവാദങ്ങളിൽ, അല്ലെങ്കിൽ നാട്യങ്ങളില്ലാതെ ഇടപെടുന്ന സംവാദ സ്വഭാവമുള്ള ലേഖനങ്ങളാണ്. കുടുംബം, സമൂഹം, സിനിമ, നാടകം, ദേശം ഒക്കെ ഈ പുസ്തകത്തിൽ വേരാഴ്ത്തി നിൽക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ അതൊക്കെ അറിവുകളും തിരിച്ചറിവുകളും നേരറിവുകളുമായി മാറുന്ന ഒരവസ്ഥ. പത്രങ്ങളിലെ സ്ത്രീ ജീവിതം മാധ്യമ പഠനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തെ തൊട്ടെടുക്കുന്ന ലേഖനമാണ്. സ്ത്രീപക്ഷ മാധ്യമ പഠനങ്ങൾ മാധ്യമങ്ങളിലെ സ്ത്രീ പ്രതിനിധാനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ UC കാലഘട്ടത്തിലെ വർക്ക്ഷോപ്പുകളെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്ന ലേഖനമായിരുന്നു. സ്റ്റുവർട്ട് ഹോൾ, ബാർത്ത്, സൊസൂർ ഒക്കെ ലേഖനത്തിൻ്റെ ഭാഗമായി കടന്നു വരുന്നു. പക്ഷേ സിദ്ധാന്തത്തിൻ്റെ വിരസത ഇല്ലാതെ നമുക്കത് വായിച്ചു പോകാൻ സാധിക്കും. കോളറക്കാലത്തെ പ്രണയത്തെക്കുറിച്ചുള്ളൊരു ലേഖനം ഞങ്ങളുടെ ഒരു MA കാലത്തെ മുഴുവൻ തിരിച്ചു തന്ന ലേഖനമാണെന്ന് എനിക്ക് വായിച്ചപ്പോൾ തോന്നി. അതുപോലെ പൗലോ കൊയ്ലോയെക്കുറിച്ച് എഴുതുന്നിടത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ച് സന്നിഗ്ധമായ നിലപാടൊക്കെയുണ്ട്. മിറർ റൈറ്റിംഗ് ആൻഡ് ഓട്ടോഗ്രഫി എന്ന് പറയുന്ന അതേ അതിന് സമാന്തരമായി തന്നെ നഷ്ടബോധങ്ങളില്ലാതെ എന്ന് പറയുന്ന ലേഖനത്തെക്കുറിച്ചും ടീച്ചർ അതിൻ്റെ കൂടെ കൃതിയെക്കുറിച്ച് ടീച്ചർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹവും കരുതലും സന്തോഷവും ഒക്കെ അതിൻ്റെ സ്വാഭാവിക ഗതിയിൽ എഴുത്തിൽ കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹൃദയം മിണ്ടുന്നത് പോലെയെന്നോ അകത്തുനിന്ന് അടുപ്പം സൂക്ഷിക്കുന്നത് പോലെയെന്നോ ഒക്കെ ഒരു പുസ്തകം നമ്മോട് സംസാരിക്കും. അപ്പോൾ നമുക്കറിയാം ടീച്ചറിൻ്റെ എഴുത്തിൽ പലപ്പോഴും പാലമ്പ്രയിലെ ബസ് കാണുമ്പോൾ പോലും സ്നേഹത്തിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ പിന്നെ ഒരിക്കലും കണ്ടുപോകാത്തവരെ കുറിച്ചുള്ള സ്നേഹവും എഴുത്തിൽ നമുക്ക് കാണാം. കൊന്നപ്പൂവും ഞാനും ഇടയിലൊരു കടലുമെന്ന് ഹൈക്കുവിനെ കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിൽ വീടിനെക്കുറിച്ച് പറഞ്ഞ് പ്രേമിക്കുന്ന കാട്ടാളനെയും കാവ്യനീതിയുടെ ദാക്ഷിണ്യമില്ലായ്മയെയും കുറിച്ച് ചിന്തിപ്പിക്കുന്ന ലേഖനം, ഇങ്ങനെ ബഹുസ്വരതയും നവീനതയും ഒക്കെ മുഖമുദ്രയാക്കുന്ന ഒരുപിടി ലേഖനങ്ങൾ. അകമ്പനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഫെമിനിസ്റ്റ് ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. അവിടെയൊക്കെയാണ് ഈ പുസ്തകം ഒരു വീക്ഷണമായി മാറുന്നത്. എന്നാൽ എവിടെയും അധികാരിയാകാൻ ശ്രമിക്കാതെ നമ്മുടെ വരമ്പുകളിൽ നിന്ന് കൂടെ പോകുന്ന ഒരു വഴക്കം ഭാഷയിൽ സൂക്ഷിക്കുന്നു. ജീവിതത്തോടും ചുറ്റുമുള്ളവരോടുമൊക്കെ കാലുഷ്യം പുലർത്താതിരിക്കുമ്പോഴും ജീവിത പാഠത്തെ അറിയുക എന്ന് പറയുന്ന ഒരു കാര്യം ഈ പുസ്തകം നമ്മോട് ചേർത്ത് വയ്ക്കും. ഒന്നിനോടും വിമുഖമാകാതെ, എനിക്ക് തോന്നുന്നു ടീച്ചറിനെ അറിയുന്നവർക്കറിയാം, ഏതു മനുഷ്യരോടും ഏത് ആശയത്തോടും പ്രസാദപൂർവ്വം സംവദിക്കാൻ സന്നദ്ധയായ ഒരു എഴുത്തുകാരി ഈ കൃതിയിലുണ്ട്. അപ്പോൾ പലതിനോടും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ചിലയിടത്ത് തനി അധ്യാപികയാകുന്ന ടീച്ചറിനെ കാണാൻ സാധിക്കും. പാരിസ്ഥിതിക സ്ത്രീവാദം, രതിസാമ്രാജ്യം, MN വിജയൻ തുടങ്ങിയ ലേഖനങ്ങളെല്ലാം സുവിശേഷത്തെ മുൻനിർത്തി അറിവിനെയും അധികാരത്തെയും വായിക്കുന്നു. അറിവിനോട് സ്ത്രീക്കുണ്ടാകേണ്ട പരിഗണന ചർച്ചയ്ക്ക് വയ്ക്കുന്നു. കോവിലൻ, മുട്ടത്ത് വർക്കി, സരസ്വതി അമ്മ, ബി മുരളി വരെയുള്ള സ്ഥിര പാഠങ്ങളെ മാറ്റി വായിക്കാനുള്ള ശ്രമമുണ്ട്. പെണ്ണനുഭവാഖ്യാനമുണ്ട്. ഒറോദയും കാക്കനാടനും ഒക്കെയുണ്ട്. സാഹിത്യത്തിലെ പെരുക്കങ്ങളെ വായിച്ചറിയുന്നു. അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച വഴികളെ ഓർത്തെടുക്കാനാണ് ഈ പുസ്തകം ശ്രമിക്കുന്നത്. പുസ്തകം പൂർത്തിയാകേണ്ടത് വായനക്കാരൻ്റെ കൈകളിലാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരമൊരു ശ്രമത്തിന് മുൻകൈയെടുത്ത സൈകതത്തോടൊപ്പം ഈ പുസ്തകത്തെ വായനക്കാരിലേക്ക് വയ്ക്കുന്നു. നന്ദി. 25 മിനിറ്റുള്ള ഒരു പരിപാടിയിലേക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചപ്പോൾ ഞാൻ മ്യൂസ്മരി ടീച്ചറോട് ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ പറഞ്ഞത് ഇത് എൻ്റെ സ്നേഹമാണ്, ഇവരെ ഒന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചവരൊക്കെ തന്നെ ആ ബോർഡിലേക്ക് കൂടെ നോക്കിയിട്ട് സമയം പാലിക്കുമെന്ന് വിചാരിക്കുന്നു. സുജ ടീച്ചർ സംസാരിക്കും. വേദിയിലിരിക്കുന്ന ആദരണീയരെ, ഒരുപാട് കാലം ഒന്നിച്ച് സഞ്ചരിച്ച്, ഒന്നിച്ച് സ്വപ്നങ്ങൾ പങ്കിട്ട്, ഒന്നിച്ച് വായിച്ച്, ഒന്നിച്ച് അറിഞ്ഞ് നടന്ന ഒരുവളുടെ പുസ്തകമായതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടായത്. സ്ത്രീ എഴുതുമ്പോൾ ലോകം തലകീഴും അറിയുന്നൊന്നുമില്ല, എങ്കിലും ലോകം മാറും. അതുകൊണ്ടാണ് പാലസ്തീൻകാരി കവി സുമയ്യ ഇങ്ങനെ പറഞ്ഞത്, പ്രതിരോധിക്കാൻ എന്നിലൊരക്ഷരം പിറക്കും എന്ന്. ആണിൻ്റെ വ്യവസ്ഥാപിത ലോകത്ത് എന്നൊക്കെ പറയുന്ന ക്ലീശയാണെങ്കിലും അതത്ര അസത്യമായി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. ആണിൻ്റെ ലോകത്ത്, ആണിൻ്റെ ഭാഷാ വ്യവസ്ഥയിൽ, ആണിൻ്റെ ഇമേജറികളിൽ കടന്നുകയറ്റമാണ് സ്ത്രീ എഴുതുമ്പോൾ സംഭവിക്കുന്നത്.
വന്ദനയുടെ വിശദമായി സംസാരിച്ചിരുന്നതുകൊണ്ട് ഞാൻ പുസ്തകത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ഇപ്പം യുദ്ധത്തിൻ്റെ കാലമായതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ഇമേജറിയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ശത്രുരാജ്യത്തേക്കുള്ള കടന്നുകയറ്റമാണ് സ്ത്രീയുടെ എഴുത്ത്. ശത്രുരാജ്യത്തേക്ക് കടക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. സാംസ്കാരിക പ്രശ്നമുണ്ട്, ജൈവികമായ പ്രശ്നമുണ്ട്, വൈകാരികമായ പ്രശ്നമുണ്ട്. ഇതിനെല്ലാം എതിരെ പോരാടാൻ ഉള്ള ആയുധം എഴുത്തും അക്ഷരവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ എഴുത്ത് പ്രധാനപ്പെട്ട ആയുധമാക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു സ്ത്രീ എഴുതുമ്പോൾ മാത്രമല്ല, വായിക്കുമ്പോഴും പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ വിധ്വംസനമാണ് നടക്കുന്നത്. നിലവിലുള്ളതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊന്നിട്ട് പുതിയതൊന്നിനെ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമമാണ് സ്ത്രീ എഴുത്തിൽ മുഴുവൻ നടക്കുന്നത്. അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ആവിഷ്കാരം എന്നോ, ലോകത്തിൽ ഏറ്റവും അധികം കാലം അടിച്ചമർത്തപ്പെട്ട ജനത സ്ത്രീയാണ്. മാത്രമല്ല, ഒരൊറ്റ സംവർഗം എന്നുള്ള നിലയിൽ, ഒരു വലിയ പോപ്പുലേഷൻ എന്നുള്ള നിലയിൽ സ്ത്രീയാണ് അടിച്ചമർത്തപ്പെട്ട ജനത. ആ ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണമായി എഴുത്ത് മാറുന്നുണ്ട്. ഏതാണ്ട് 2 നൂറ്റാണ്ട് കൊണ്ട് സ്ത്രീ എഴുത്തിൽ വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പൊതുപ്രവർത്തനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് സ്ത്രീക്ക്. ഒരു രാഷ്ട്രീയക്കാരിയാകാൻ, പൊതുപ്രവർത്തകയാകാൻ, അധികാരത്തിലേക്ക് കടന്നു വരാൻ വലിയ പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുരാജ്യത്തേക്കുള്ള കടന്നുകയറ്റത്തിൽ വലിയ ആയുധങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു രംഗമാണ് പൊതുരംഗം. ഇത് സ്വന്തം ആവിഷ്കാരങ്ങളായതുകൊണ്ട് ആ ആയുധത്തിൻ്റെ മൂർച്ച കുറച്ച് കുറയും എന്നേ ഉള്ളൂ. നമുക്ക് ഈ മൂർച്ച നേരിട്ട് ഒരുപാട് എഴുത്തുകാരികളെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ മ്യൂസിൻ്റെ പുസ്തക പ്രകാശന സന്ദർഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. പുതിയ പുതിയ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. GS പ്രദീപ്. പ്രിയപ്പെട്ടവരെ, ചില ദേശങ്ങളിൽ നിന്നും രാശികളിൽ നിന്നുമുള്ള സാംസ്കാരികമായ വിടുതൽ സംഭവിക്കുമ്പോൾ ഉളവാകുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ഗ്രഹാതുരത്വം എന്ന് സൂചിപ്പിച്ചു ശ്രീമതി മ്യൂസ് മേരി ജോർജ് ഒരു ലേഖനത്തിൽ. നൊസ്റ്റാൾജിയയെ ശ്രീകൃഷ്ണനുമായി കുട്ടിക്കാലത്തെ കൗതുകങ്ങൾ വിട്ടകന്ന് മറ്റൊരിടത്തേക്ക് പോയി മാതുലഘാതകനായി മാറിയ കാലത്തിൽ നിന്നുള്ള തിരികെ വായനയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഗ്രഹാതുരത്വത്തിൻ്റെ ആദിമഭാവങ്ങൾ ആവിഷ്കരിക്കുന്നു ഈ പുസ്തകത്തിൽ. വളരെ പയസ്സായ, വളരെ ശാന്തമായ ഒരു സമീപനമാകും തീർത്തും വിപരീതാർത്ഥത്തിൽ ഉള്ളു തുറന്ന് പറയുകയും എഴുതുകയും ചെയ്യുന്ന ശ്രീമതി മ്യൂസ് മേരി ജോർജ് ഈ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ടാവുക എന്ന വിഹ്വലത വായനക്കാരനായ എന്നെയും ഭയപ്പെടുത്തി. പക്ഷേ പുസ്തകത്തിൻ്റെ തുടർ വായനയിലാണ് ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും ശക്തമായ സാമൂഹ്യ നിരീക്ഷണങ്ങളിൽ ചിലത് എഴുത്തുകാരിയിൽ നിന്ന് അടയാളപ്പെടുത്തപ്പെടുന്നതായി കാണാൻ കഴിയുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ കാണാനോ എഴുതാനോ എത്തപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട് എങ്കിൽ വർത്തമാനകാല മാധ്യമ രംഗത്തിനെക്കുറിച്ചുള്ള ഇക്കാലഘട്ടത്തിൽ വായിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ നിർവചനമുള്ള പുസ്തകം എന്ന രീതിയിലാണ് എഴുത്ത് കാലം വായന എന്ന പുസ്തകത്തെ ഞാൻ നോക്കിക്കാണുന്നത്. ടീച്ചർ എഴുതിയിരിക്കുന്നു, സമൂഹത്തിന് നേർക്കുപിടിച്ച കണ്ണാടികളാണ് പത്രങ്ങൾ എന്നാണ് വൈപ്പും നിരീക്ഷണവും. ആയിക്കോട്ടെ, അവ ഇപ്പോഴും കണ്ണാടികളൊക്കെ തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നത്തെ പത്രക്കണ്ണാടികളൊക്കെ തന്നെ കോൺകേവ് ലെൻസ് കൊണ്ടോ കോൺവെക്സ് ലെൻസ് കൊണ്ടോ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ പലതും വളഞ്ഞും ചരിഞ്ഞും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലായ മിഴിവും
തുടിപ്പും വലിപ്പവും ഒക്കെ ചേർക്കുന്ന തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ അപവർത്തനം നടത്തുന്ന കോൺകേവ് ലെൻസോ കോൺവെക്സ് ലെൻസോ ആണ് വർത്തമാനകാലത്തെ പത്രക്കണ്ണാടികൾ എന്ന നിരീക്ഷണമുണ്ടായത് മ്യൂസ് മേരി ജോർജ് എഴുതിയ എഴുത്ത് കാലം വായന എന്ന പുസ്തകത്തിൽ കണ്ടപ്പോൾ വർത്തമാനകാല പത്ര സംസ്കാരത്തിലുണ്ടാകുന്ന ഈ കോൺകേവ് കോൺവെക്സ് പ്രതിഭാസത്തിൽ മനസ്സ് നോവുന്ന എന്നെപ്പോലുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വക അഭിനന്ദനം ടീച്ചറിൻ്റെ ആ തുറന്നു പറച്ചിലിന് ആദ്യം രേഖപ്പെടുത്തട്ടെ. അതിന് അതിഗംഭീരമായ ചില അഡിഷൻസ് ടീച്ചർ നടത്തുന്നു. അതിലൊന്ന് പൊതുവെയുള്ള ഈ വലിച്ചു നീട്ടലും ചുരുക്കിയാറ്റലും മാത്രമല്ല, പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ പോലുമുണ്ട് വ്യവഹാരവും വ്യവസായവും കച്ചവടവും പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ വായനക്കാരൻ്റെ മനസ്സ് തങ്ങൾക്കിണങ്ങും രീതിയിൽ പരുവപ്പെട്ട ഒന്ന് മാത്രമാണ് എന്ന മൂഢധാരണ കൊണ്ടു കൊടുക്കുന്ന ചില തലക്കെട്ടുകൾ. സുശീല ഗോപാലനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത്, അവർ മത്സരിക്കാതെ പോയ കാലത്തുള്ള ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ പത്രം എഴുതിയ തലക്കെട്ടിനെ കുറിച്ച് ടീച്ചർ ഓർമ്മിപ്പിക്കുന്നു. ആ തലക്കെട്ട് വള കിലുങ്ങാത്ത 0 അവറുകൾ എന്നാണ്. കേരളത്തിൻ്റെ ആശയ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് അതിശക്തമായി പ്രതികരിക്കുന്ന കേരളത്തിലെ വനിതാ സാമാജികർ നിയമസഭയിൽ വളകിലിക്കാൻ പോകുന്നവരാണ് എന്നാണോ പത്രങ്ങൾ ധരിക്കുന്നത് എന്ന് തിരികെ ചോദിക്കുന്ന ടീച്ചർ പത്രങ്ങളോട് ഒരല്പം കയർത്ത ഭാഷയിൽ ചോദിക്കുന്നു, നിങ്ങൾ പുരുഷരുടെ 2ാം മത്സരമുണ്ടായില്ല എങ്കിൽ മീശ പിരിക്കാത്ത 0 അവറുകൾ എന്നാകുമോ തലക്കെട്ടിടുക എന്നും ചോദിക്കുന്നു. അനുനിമിഷം സ്ത്രീ സമത്വത്തിനെക്കുറിച്ച്, സ്ത്രീ നീതിയെക്കുറിച്ച് വല്ലാതെ കണ്ടെഴുതുന്ന മാധ്യമങ്ങൾ പോലും തങ്ങളുടെ വാർത്താ തലക്കെട്ടുകൾ സ്ത്രീ വിരുദ്ധമാണ് എന്ന് പരോക്ഷാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന സൂചന ഈ പുസ്തകത്തിൽ ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്നു. നെരൂദയെക്കുറിച്ചും നിരവധി CJ തോമസിനെ കുറിച്ചുമൊക്കെയുള്ള, എം.എൻ. വിജയൻ മാഷിനെ കുറിച്ചുമൊക്കെയുള്ള, മുട്ടത്തുവർക്കിയുടെ പ്രണയ നായികമാരെക്കുറിച്ചും ഒക്കെ വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഈ പുസ്തകത്തിനെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ വായിക്കാനും കാണാനും എനിക്കിഷ്ടം. എഴുത്ത് വായനാ കാലം എന്ന പുസ്തകം ഒരു സ്ത്രീപക്ഷ പുസ്തകമെന്നോ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു പുസ്തകമെന്നോ നിർവചിക്കുവാൻ ഞാൻ തൽപരനല്ല. ഇത് വിവിധ മേഖലകളിലുള്ള വായനയുടെ അടയാളപ്പെടുത്തലുകളോ ഓർത്തുപറിക്കലുകളോ ചില ആറ്റിപ്പഴിക്കലുകളോ ഒക്കെ സാധ്യമാക്കിയ പുസ്തകമാണ്. പക്ഷെ ഇത് എഴുതുമ്പോൾ, ഇത് വായിക്കുമ്പോൾ വായനക്കാരനും എഴുതുമ്പോൾ ടീച്ചറും അനുഭവിക്കുന്ന ഒരു നേര് പറയാതെ ഈ വേദിയിൽ അവസാനിപ്പിക്കാൻ തരമില്ല. ആ നേര് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. താജ്മഹലും ഈ ഹാങ്ങിങ് ഗാർഡൻസും ചരിഞ്ഞ ഗോപുരവും ഒക്കെ അത്ഭുതം തന്നെ. പക്ഷേ ഓരോ എഴുത്തും, ഈ ഓരോ സ്ത്രീയിൽ നിന്നുദിക്കുന്ന ഓരോ വരിയും ഓരോ വാക്കും കൃത്യമായി അടയാളപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അവയൊന്നുമല്ല, മറിച്ച് സ്വശരീരത്തിൽ ഒരു ജീവനെ പേറുന്നതുപോലെ സ്വഹൃദയത്തിൽ ആശയങ്ങളുടെ 1000 കടലുകൾ പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കിനേക്കാൾ വലിയ അത്ഭുതം ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിതുവരെ ഉളവായിട്ടില്ല എന്നടിവരയിടുന്ന ഈ പുസ്തകം വായിച്ചതിൽ വായനക്കാരൻ എന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്ദി. സിദ്ദീഖ് സംസാരി. ടീച്ചർ നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കുതിരയെ കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു പുസ്തകമാണിത്. ഈ വെള്ളക്കുതിര അലക്സാണ്ടറുടെ കുതിരയാണ്. ആർക്കും മെരുക്കാൻ പറ്റാത്ത ആ വെള്ളക്കുതിരയെ കുട്ടിക്കാലത്ത് അലക്സാണ്ടർ മെരുക്കിയ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ പിതാവിനോട് പറഞ്ഞു, അപ്പാ നീ ആ കുതിരയെ എനിക്കിതാ, ഞാൻ മെരുക്കാം. അയാൾ സൂര്യ വെളിച്ചത്തിന് മുന്നിൽ കുതിരയെ പിടിച്ചു നിർത്തി, കുതിരയുടെ നിഴൽ കാട്ടി കുതിരയെ ഭയപ്പെടുത്തി, ഞാൻ ആര്, അലക്സാണ്ടർ എന്ന് കാട്ടിക്കൊടുത്ത ചരിത്രത്തെ ടീച്ചർ മൂടോടെ പറിച്ചെടുത്ത് കടലിലെറിയുന്ന പുസ്തകമാണ് ഇത്. ആ അലക്സാണ്ടറുടെ കുതിര മരിച്ചുപോയെങ്കിലും അതിൻ്റെ നിഴൽ നമ്മെ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യ ചരിത്രത്തിൽ 915 ആത്മപോഷിണി മാസികയിൽ തുടർച്ചയായി ഈശ്വര വാര്യർ എഴുതിയ ആഖ്യായിക നിർമ്മാണത്തിലെ നായികമാരെ ഉയർത്തിയെടുത്ത് ടീച്ചർ സൃഷ്ടിക്കുന്ന ഒരു പുതിയ കുതിര നിർമ്മാണമാണ് ഈ പുസ്തകം എന്നത്
ഇനിയൊരു മീറ്റിങ്ങിൽ വിശദീകരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടീച്ചർക്ക് പുസ്തകത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. ചീഫ് വിപ്പ് ജയരാജൻ സംസാരിക്കും. വേദിയിലെ പ്രിയപ്പെട്ടവരെ, സദസ്സിലെ അതിലേറെ പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യത്തെ അവിചാരിതമായിട്ട് ഇതിലെ കടന്നു പോയപ്പോഴാണ് ടീച്ചറിൻ്റെ പുസ്തകം പ്രകാശനമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോഴാണ് വേദി നോക്കിയപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, സത്യമാഷ് ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ടീച്ചർ വിളിച്ചത്. പക്ഷേ എനിക്കൊരു അവകാശമുണ്ട് ഇതിനകത്ത്, ടീച്ചറിനറിയാം. മറ്റാരേക്കാട്ടിലുള്ള അവകാശം അടിസ്ഥാനപരമായി ടീച്ചർ കാഞ്ഞിരപ്പള്ളിക്കാരത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളിയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ടീച്ചറിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മറ്റാരെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരാളാണ് ഞാൻ. ടീച്ചറിൻ്റെ എഴുത്തിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, വളരെ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു. സമയത്തിൻ്റെ ഒരു പരിധിയുണ്ട്. ഏതായാലും എഴുത്ത്, കാലം, വായന ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായൊരു വായനാനുഭവമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ മികച്ചൊരു എഴുത്തുകാരി എന്ന നിലയിൽ ടീച്ചറിൻ്റെ എഴുത്ത് വഴിയിലെ മറ്റൊരു പ്രകാശഗോപുരമായി ഇത് മാറട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിനിസ്റ്റർ ഇപ്പം തന്നെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്, അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ നമ്മൾ സമയം കളയുന്നില്ല. 2:59 മിനിസ്റ്റർ വരുമ്പം മിനിസ്റ്റർക്കുള്ള സമയം ഇവർ കൊടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടീച്ചർക്ക് എല്ലാവരോടും പറയാനുള്ളത് മിനിസ്റ്റർ കേൾക്കേണ്ടത് കൂടിയായിരുന്നു, എന്നാൽ പോലും അതിന് മുൻകൂട്ടി തന്നെ ടീച്ചർ സംസാരിക്കും. ഈ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന എൻ്റെക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, സദസ്സിലുള്ള അതിലും പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ സത്യത്തിൽ നന്ദി പറയാൻ മാത്രമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും, സുജ എൻ്റെ സഹപാഠിയാണ്. സഹപാഠി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ ഒന്നിച്ച് വായിച്ചും ഒന്നിച്ച് കഞ്ഞിയും കറിയും വെച്ചും ഒന്നിച്ച് അലഞ്ഞു നടന്നും ഒന്നിച്ച് കവികളെ കാണാൻ പോയും ഒരുമിച്ച് അവരുടെ വീട്ടിലിരുന്ന് ഉറങ്ങിയും ഇരുന്നും ഒക്കെ ചെയ്ത ഒരു കാലത്തിൻ്റെ ബാക്കിയാണ് എന്നും എനിക്ക് സുജ. GS പ്രദീപ് ഈ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ സുഹൃത്താകുന്നത്. പക്ഷേ എല്ലാ കാലത്തും വളരെ ഒരു ആത്മമിത്രം പോലെ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. സത്യമാഷാണ് എന്നെ ഓപ്പോൾ എന്നാണ് വിളിക്കുന്നത്, ഏടത്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വടക്കൻ ശൈലിയിൽ ശരിക്കും ചേച്ചിയായിട്ട്, ഞാനാണ് പിന്നെ 5 ഇളയവരുടെ ചേച്ചി, അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ചേച്ചിയായിട്ടിരിക്കുന്നതിനും പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചേച്ചിത്തരം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വാക്കിൽ തന്നെ സൂചനയുണ്ട് എന്താണെന്ന്. വന്ദന എൻ്റെ സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രക്തബന്ധങ്ങളെക്കാൾ ചില സമയത്ത് വിദ്യാർത്ഥികളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥി ആണ്. സിദ്ദിഖും മികച്ച അധ്യാപകനാണ്, മികച്ച വിദ്യാർത്ഥിയുമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിദ്യാർത്ഥി പോലെ തന്നെയാണ്. ജയരാജ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയുടെ MLA ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഇങ്ങനെയാണ്. അദ്ദേഹത്തെ വാടൂർ കോളേജിലെ അധ്യാപകനായിട്ടാണ് നമുക്ക് ആദ്യം അറിയാവുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇങ്ങനെ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഈ ഇരിക്കുന്ന സദസ്സിലുള്ള ഓരോരുത്തരും, സുനിലൊക്കെ എനിക്ക് തോന്നുന്ന കൊല്ലത്തും എറണാകുളത്തും നിന്ന് വന്നിരിക്കുകയാണ്. ദൂരെ നിന്ന് വന്നവരുണ്ട്, അടുത്തുനിന്ന് വന്നവരുണ്ട്. എല്ലാവർക്കും കാത്തിരുന്ന ഞങ്ങളുടെ കളമശ്ശേരിയുടെ MLA, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി എത്തിയിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഹോം ടൗണിൽ എനിക്ക് വന്ന ഫീലാണ്. എല്ലാവർക്കും, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിഥികൾക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ നേരെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോടും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി GS പ്രദീപിനോടും അഭ്യർത്ഥിക്കുന്നു.
അധ്യക്ഷ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള മിസ് മേരി ടീച്ചർ, സുഹൃത്തുക്കളെ, അപ്പോൾ എഴുത്ത് കാലം വായന അത് പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ പ്രാധാന്യം, ഇവയെല്ലാം തന്നെ ഇതിനു മുൻപ് സംസാരിച്ചവരെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിൽ സമയം അവസാനിച്ച് കഴിഞ്ഞു. ഞാനാണെങ്കിൽ ചില പ്രധാനപ്പെട്ട യോഗങ്ങളിലായതുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയാതെ പോയത്. വൈവിധ്യമാർന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ചിമിഴിലൊതുക്കപ്പെട്ട വാക്കുകളാൽ സൗന്ദര്യാത്മകമായി ടീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ വിഷയവും ഏറെ പ്രാധാന്യമുള്ളതാണ്. എന്തിനാണ് ഇപ്പോൾ അവസാനിപ്പിച്ചതെന്ന് ഓരോ എഴുത്ത് തീരുമ്പോഴും തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊതിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭാഷാ ചാതുരിയോടുകൂടിയാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. അതെല്ലാവരും വായിക്കുക, നല്ല രീതിയിൽ ഉൾക്കൊള്ളുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.